കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലെ എക്സിക്യൂട്ടീവ് ട്രെയിനിമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സ്ഥിര നിയമനമാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വർഷം പരിശീലനമായിരിക്കും, അതിനുശേഷമായിരിക്കും സ്ഥിര നിയമനം ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതോടൊപ്പം മുംബൈ, കൊൽക്കത്ത, ആൻഡമാൻ നിക്കോബാർ എന്നിവിടങ്ങളിലും നിയമനമാകാം എന്നും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലായിരിക്കും കൂടുതൽ വേക്കൻസികൾ ഉള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. 2025 ജനുവരി 6 വരെയാണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം www.cochinshipyard.in എന്ന സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഈ സൈറ്റ് വഴി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ സൈറ്റ് വഴി തന്നെ വേണം ഓൺലൈനായിട്ട് അപേക്ഷിക്കാനും ഫീസ് അടയ്ക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇത് നമുക്ക് ഏതൊക്കെ ബ്രാഞ്ചുകളാണെന്ന് നോക്കി കഴിഞ്ഞാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, നേവൽ ആർക്കിടെക്ചർ എന്നീ ബ്രാഞ്ചുകളിലാണ് ആദ്യ വിഭാഗത്തിൽ ഒഴിവുള്ളത്. അപ്പോൾ ഇതിനെ കൊണ്ട് യോഗ്യത എന്നുള്ള അതാത് ബ്രാഞ്ചിലുള്ള എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് കഴിയും. അതേപോലെ രണ്ടാമത്തെ ബ്രാഞ്ച് എന്നുള്ള IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളതാണ്. അതിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ കമ്പ്യൂട്ടർ സയൻസിലോ എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതോടൊപ്പം MCA ബിരുദം അല്ലെന്നുണ്ടെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. മൂന്നാമത്തെ HR ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. HR ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് MBA HR അല്ലെങ്കിൽ HR സ്പെഷ്യലൈസേഷനായിട്ടുള്ള ബിരുദമോ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ MSW പേഴ്സണൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയലേഷൻസിൽ ലേബർ വെൽഫെയർ ആൻഡ് ഇൻഡസ്ട്രിയലേഷൻസ് എന്ന സ്പെഷ്യലൈസേഷനയുടെ MSW പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയുമെങ്കിൽ PG ഡിപ്ലോമ അല്ലെങ്കിൽ PG ഡിഗ്രി പേഴ്സണൽ മാനേജ്മെൻറ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും HR ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള വേക്കൻസികളിൽ. അടുത്ത വേക്കൻസികൾ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അതിലേക്ക് CA ചാർട്ടേഡ് അക്കൗണ്ടൻസി അല്ലെങ്കിൽ CMA അത് രണ്ടിലെയും ഫൈനൽ പരീക്ഷ ജയിച്ചവരായിരിക്കണം എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇനി പ്രായപരിധി പറയുകയാണെങ്കിൽ ആകെ 27 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഈ ശമ്പളം പറയുകയാണെങ്കിൽ പരിശീലന സമയത്ത് പരിശീലനം 1 വർഷം പരിശീലനമായിരിക്കും, തുടർന്നായിരിക്കും സ്ഥിര നിയമനം നൽകുക. അപ്പോൾ പരിശീലന സമയത്ത് 50,000 രൂപ പ്രതിമാസം ശമ്പളമായിട്ട് അല്ലെങ്കിൽ സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കുന്നതായിരിക്കും. തുടർന്ന് സ്ഥിര നിയമനം ലഭിക്കുമ്പോൾ അസിസ്റ്റന്റ് മാനേജറായിട്ടായിരിക്കും സ്ഥിര നിയമനം ലഭിക്കുക. 40,000 മുതൽ 1,40,000 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് അപേക്ഷാ ഫീസുണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിനെല്ലാം 1000 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ പട്ടികജാതി പട്ടിക വിഭാഗത്തിലുള്ളവരാണെങ്കിൽ അവർക്ക് ഫീസ് നൽകേണ്ടതില്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇനി സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ടെസ്റ്റിൻ്റെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാകും. ഇതിൽ രണ്ടിൻ്റെയും ചേർന്ന രീതിയിലുള്ള മാർക്ക് കൂട്ടിയായിരിക്കും ഫൈനൽ സെലക്ഷൻ എന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ അവസരം പരമാവധി ബലപ്പെടുത്തുക. കേരളത്തിൽ തന്നെ നല്ലൊരു സ്ഥിര നിയമനം ലഭിക്കുക. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ജോലിയാണെന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളതിലേക്കുള്ള എല്ലാ ഡീറ്റെയിൽസും www.cochinshipyard.in എന്ന സൈറ്റ് ലഭ്യമാണ്. ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് 2025 ജനുവരി 6 വരെ അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ഈ അവസരം പരമാവധി വിപുലപ്പെടുത്തിക്കൊണ്ട് കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക. ഈ അവസരം നിങ്ങൾ കേരളത്തിൽ തന്നെ സ്ഥിരജോലിയാണെന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. കേന്ദ്ര സർക്കാരിന് കീഴിലാണെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. കൂട്ടുകാർക്കും ഷെയർ കൊടുക്കുമല്ലോ. താങ്ക് യു.